ഇരുമ്പും പുളി വെച്ചിട്ട് നമുക്ക് നല്ല അടിപൊളി മുട്ടക്കറി ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ മീൻ കറിയൊക്കെ മാറി നിൽക്കും, അതുപോലത്തെ കറിയാണ്. അപ്പോൾ ഈ കറി ഉണ്ടാക്കാനായിട്ട് നമ്മൾ അധികം മൂക്കാത്ത ഇരുമ്പും പുളിയാണ് എടുത്തത് കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഇഞ്ചി ചതച്ചത്, ഉള്ളി ചതച്ചത്, മുളക് ചതച്ചത്, പിന്നെ കറിവേപ്പില, പിന്നെയാണ് നമ്മുടെ മെയിനായിട്ടുള്ള ഇരുമ്പും പുളി ഒരു 10, 15, 20 എടുക്കാം കേട്ടോ. അത് ഇട്ട് കൊടുക്കുക. പിന്നെ അരപ്പിനായിട്ട് നാളികേരം, മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇതെല്ലാം കൂടെ അരച്ച് 2 കപ്പ് വെള്ളം കൂടെ ചേർത്ത്, ഇത് ഒരു മുറി നാളികേരം ഉണ്ടായിരുന്നു കേട്ടോ, ചേർത്ത് തിളപ്പിക്കുക. ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ തിളപ്പിക്കുക. അതിന് ശേഷം തിളച്ച് കഴിയുമ്പോൾ ഉപ്പുണ്ടോ, മുളകുണ്ടോ, പുളിയുണ്ടോ എന്നൊക്കെ നോക്കുക കേട്ടോ. പുളിയും ഉപ്പും ഒക്കെ കുറവാണെങ്കിൽ കുറച്ചും കൂടെ നമുക്ക് ഇരുമ്പുളി തന്നെ കീറിയിട്ട് കൊടുക്കാം. കാരണം കുറച്ച് നീളത്തിൽ അരിഞ്ഞിട്ട് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ ഇനി വെള്ളം കട്ടി കൂടുതലാണെന്ന് തോന്നുകയാണെങ്കിൽ വെള്ളം ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കുക. പുളി ആദ്യം തിളച്ച് കഴിയുമ്പോൾ പിന്നെ സിമ്മിലിട്ടിട്ട് വെച്ചാൽ മതി. ഇതിപ്പോൾ കഞ്ഞിവെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ കഞ്ഞിവെള്ളത്തിന് പകരം ചൂടുവെള്ളമായാലും ഒഴിച്ച് കൊടുത്താൽ മതി. അങ്ങനെ ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ നമ്മുടെ പുളി വെന്തിട്ടുണ്ടാവും. പുളി വെന്ത് കഴിഞ്ഞാൽ പിന്നെ പണി കഴിഞ്ഞു. പിന്നെ നമുക്കതിൽ ഉള്ളി മൂപ്പിച്ചാൽ മതി. ഉള്ളി മൂപ്പിച്ചൊഴിക്കുക. നല്ല അടിപൊളി ഇരുമ്പും പുളി മുട്ടക്കറി റെഡിയായി. ഇതുപോലെ ഉണ്ടാക്കി നോക്കാത്തവരും ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോട്ടെ. ഉണ്ടാക്കി നോക്കിയവർ ഇനി ഇതിൻ്റെ വല്ല വ്യത്യാസം ഉണ്ടെങ്കിൽ അതും ഒന്ന് പറയണം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ബൈ.